ഫൈക്കോ അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 26 സെക്ഷൻ 26, 27, 28, 29, 30 എന്നീ സെക്ഷനുകൾ ഒന്നിച്ച് നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന സെക്ഷൻ 26 പ്രകാരം ഒരു സൊസൈറ്റിയിലെ മെമ്പറെ സംബന്ധിച്ച് അയാൾ പാസ്റ്റ് മെമ്പറായി കഴിഞ്ഞാൽ, മുമ്പ് അയാൾക്ക് സൊസൈറ്റിയിൽ അംഗത്വം ഉണ്ടായിരുന്നു, ആ അംഗത്വം അയാൾ മെമ്പർഷിപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, സീസ്ഡ് ടു ബി എ മെമ്പറായി മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുക പാസ്റ്റ് മെമ്പർ എന്നാണ്. ആ പാസ്റ്റ് മെമ്പറുടെ ലയബിലിറ്റിയെ സംബന്ധിച്ചും ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അംഗം മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഡൈഡ് മെമ്പറിൻ്റെ ലയബിലിറ്റിയെക്കുറിച്ചുമാണ് സെക്ഷൻ 26 പ്രതിപാദിക്കപ്പെടുന്നത്. ഇവിടെ സെക്ഷൻ ക്ലിയറായിട്ട് പറയുന്ന ഒരേ ഒരു കാര്യം, എന്നാണോ ഈ മെമ്പർ മരിക്കുന്നത്, എന്നാണോ ഈ മെമ്പർ സീസ്ഡ് ടു ബി എ മെമ്പർ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നത്, ആ തീയതി മുതൽ 2 വർഷക്കാലത്തോളം മാത്രമാണ് ഈ പറയുന്ന മരിച്ച മെമ്പറിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പാസ്റ്റ് മെമ്പർ എന്ന രീതിയിലുള്ള മെമ്പറിനെ സംബന്ധിച്ചും ബാധ്യത നിലനിൽക്കുന്നത്. ഇവിടെ ആ സെക്ഷനിൽ വളരെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. സെക്ഷൻ 71 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ, വൂണ്ടപ്പ് എന്നാണ് പറയുക, അങ്ങനെ വൈൻഡിങ് അപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിലുള്ള പാസ്റ്റ് മെമ്പറുടെ ബാധ്യത, മരിച്ചുപോയ മെമ്പറുടെ ബാധ്യത, എന്നാണോ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് അവസാനിക്കുന്നത് അതുവരേക്കും ഇവരുടെ ബാധ്യത തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് സെക്ഷൻ 71 പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചുപോയ അംഗത്തെ സംബന്ധിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് സൊസൈറ്റി ലിക്വിഡേഷൻ പ്രൊസീഡിങ്സിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, ഒരു പാസ്റ്റ് മെമ്പറിനെ സംബന്ധിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് ലിക്വിഡേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് ആ കാലഘട്ടം കഴിഞ്ഞാൽ ഇതിൽ കൃത്യതയില്ല. പക്ഷേ എങ്കിലും ഒരു ലിക്വിഡേഷൻ പ്രൊസീഡിങ്സുമായി സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ലിക്വിഡേഷൻ പ്രൊസീഡിങ്സുമായി ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീഡിങ്സ് എന്നാണോ അവസാനിക്കുന്നത് അതുവരേക്കും ആ ബാധ്യത തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മുടെ സെക്ഷൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 27. സെക്ഷൻ 27 പറയുന്നത് ഫൈനൽ അതോറിറ്റി ഓഫ് എ സൊസൈറ്റി. എല്ലാ പരീക്ഷകളിലേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ഫൈനൽ അതോറിറ്റി? കഴിഞ്ഞ ഒരു 7-8 വർഷം മുൻപ് ഈ പറയുന്ന ഫൈനൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെറിയ രീതിയിൽ കൺവേർട്ട് ചെയ്തു. ആ കൺവേർട്ട് ചെയ്തപ്പോൾ പല ആളുകൾക്കും സുപ്രീം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടോ അതോ മനസ്സിലാക്കാഞ്ഞോ എന്നറിയില്ല. ഈ ഫൈനൽ അതോറിറ്റി എന്നുള്ള വാക്ക് മാത്രമാണ് നമ്മൾ പഠിച്ചത്. സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരത്തിൽ ഡൈവേർഷൻ സംഭവിച്ചോ എന്തോ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ ചോദ്യം വന്നു, പക്ഷെ അതിൽ ഉത്തരത്തിൽ ജനറൽ ബോഡി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഈ പറയുന്ന സെക്ഷൻ 27 പ്രകാരം പഠിക്കുമ്പോൾ ഫൈനൽ അതോറിറ്റി ആയിട്ട് ഈ സൊസൈറ്റിയുടെ അംഗങ്ങളുടെ ഫൈനൽ അതോറിറ്റി ആയിട്ട് കാണുന്നത് ആ മെമ്പർമാരുടെ ജനറൽ ബോഡിയാണ് എന്നുള്ള വസ്തുത മറക്കരുത്. ചോദ്യം ചെറിയ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വന്നാലും നമ്മൾ ആ കാര്യത്തിലെ ജനറൽ ബോഡി തന്നെയാണ് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് അതോറിറ്റി, ഫൈനൽ അതോറിറ്റി. ഈ സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞ വാക്ക് മാറുമ്പോൾ അത് ചില ഉത്തരങ്ങളിലേക്ക് മാറിപ്പോകാം. രജിസ്ട്രാർ, ഗവൺമെൻറ് എന്നുള്ള രീതിയിലേക്ക് ഉത്തരം ഡൈവേർട്ട് ചെയ്യാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല, കഴിഞ്ഞു പോയൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ വേണ്ടി മാത്രം ഇത് പറയുന്നതിൻ്റെ കാര്യം, ചോദ്യം പലതവണ വായിച്ചാൽ മാത്രമാണ് ഉത്തരം ശരിയായ ഉത്തരം നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മളൊരു തീരെ പെട്ടെന്ന് ഹരിബറിയായി ഉത്തരം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധാപൂർവം എഴുതേണ്ട ഉത്തരങ്ങളിലെ അറിയാമെങ്കിലും ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ നിയമം നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം പഠിച്ചു എന്നൊരു തോന്നൽ വരും. പക്ഷേ അത്ര ഈസി ആയിട്ടത് മനസ്സിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് കറക്റ്റ് പൊസിഷനിൽ കയറി നിൽക്കണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലതും സിമിലാരിറ്റി സാദൃശ്യമൊക്കെ ഉള്ളത് കൊണ്ട് അത്തരത്തിൽ ഈ പറയുന്ന പ്രകാരം ഉദ്ദേശിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് കുറേയും കൂടി കൂടുതൽ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി നമ്മൾ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ ചോദ്യം 2-3 തവണ ആവർത്തി വായിച്ച് മനസ്സിനെ വളരെയധികം വ്യഗ്രതയോട് കൂടി കൃത്യതയോട് കൂടി മാത്രമേ ഉത്തരം എഴുതാൻ പാടുകയുള്ളൂ. അപ്പോൾ സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് ഈ പറയുന്ന സെക്ഷൻ 27 പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സൊസൈറ്റിയിലെ എപ്പോഴും ഏരിയ ഓഫ് ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു താലൂക്കിലെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ താലൂക്കിലെ അല്ലെങ്കിൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലെ അങ്ങനെ ഈ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒന്നിൽ കൂടുതൽ താലൂക്കിലെ പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആ പറയുന്ന ആ ഏരിയ ഇല്ലാതെ വരികയാണെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ട രീതിയിൽ നമുക്ക് രണ്ട് താലൂക്കിൻ്റെ ഏരിയ ഉണ്ട്. പക്ഷെ അത്രത്തോളം അതിലേക്ക് വരുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ അംഗങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഇവിടെ കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. ആ പറയുന്ന എണ്ണത്തിലെ അംഗങ്ങളുടെ എണ്ണം പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ട എണ്ണത്തിന് അത്രയ്ക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ജനറൽ ബോഡി വിളിച്ച് ചേർത്ത് ഒരു അമെൻമെൻറ്റ് ബൈലോ അമെൻമെൻറ്റ് നടത്തി അതിലൂടെ നമ്മളുടെ ഈ പറയുന്ന പ്രകാരം നിയമത്തിലെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന കാര്യത്തിലേക്ക് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയാണ് കയറി വരുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെയും ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ മെമ്പർമാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ റൂൾ 34 പഠിക്കേണ്ടത്. റൂൾ 34 പ്രകാരം ഈ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ ഒരു താലൂക്കിൽ അല്ലാതെ ഒന്നിൽ കൂടുതൽ താലൂക്കിൽ ഉൾപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ 1000 അംഗത്തിനേക്കാളും കുറവാണ് സൊസൈറ്റിയുടെ അംഗബലമെങ്കിൽ അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഉൾപ്പെടുന്നത് ആ പറയുന്ന സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങളും അതുപോലെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ താമസിക്കുന്ന ഈ പറയുന്ന മറ്റു അംഗങ്ങളും കൂടി ചേർന്ന് അവർ പ്രത്യേക ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തും കൊണ്ട് അതിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിഗേറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. ആരാണ് ഡെലിഗേറ്റ്? ഈ പറയുന്ന സൊസൈറ്റിയിലെ അംഗങ്ങളെ സംബന്ധിച്ച് 50 അംഗങ്ങൾക്ക് ഒരു ഡെലിഗേറ്റ് എന്ന വണ്ണം, അതുപോലെ തന്നെ 2500 താഴെയുള്ള അംഗങ്ങളുള്ള സൊസൈറ്റിയെ സംബന്ധിച്ച് 200 ഡെലിഗേറ്റ്സാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക്. 2500-നേക്കാളും 10,000-ന് ഉള്ളിൽ വരുന്ന സൊസൈറ്റിയെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഡെലിഗേറ്റ്സ് 200 അംഗങ്ങളായിട്ട് വർദ്ധിപ്പിക്കുന്നു. 10,000-ന് മുകളിൽ വരുന്ന റെപ്രസെൻറ്റേറ്റീവ് അംഗങ്ങളുടെ എണ്ണം ഇവിടെ ഡെലിഗേറ്റ്സിന് വരുന്നത് 500 നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ 50 അംഗങ്ങൾക്ക് ഒരു ഡെലിഗേറ്റ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുന്നു.
2500 വരെയുള്ള അംഗങ്ങളെ സംബന്ധിച്ച് 50 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. 2500 മുതൽ 10,000 വരെയുള്ള അംഗങ്ങളെ സംബന്ധിച്ച് 200 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. 10,000-ന് മുകളിലുള്ള എത്രയായാലും കുഴപ്പമില്ല, അത്രയും അംഗങ്ങളെ സംബന്ധിച്ച് അവരെ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഡെലിഗേറ്റ്സ് 500 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിനെല്ലാം തെരഞ്ഞെടുപ്പിലൂടെയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമ്മൾ സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതും ഈ പറയുന്ന പ്രകാരം തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അപ്പോൾ സെക്ഷൻ 26 നമ്മൾ പഠിച്ചു. സെക്ഷൻ 27 എന്താണെന്ന് മനസ്സിലായി. ഇനി സെക്ഷൻ 28ലേക്കാണ് പോകുന്നത്. അപ്പോൾ സെക്ഷൻ 26 നമ്മൾ പഠിച്ചത് ലയബിലിറ്റിയാണ്, മറക്കരുത്. ലയബിലിറ്റി ആരെ സംബന്ധിച്ച്? മരിച്ചുപോയ അംഗങ്ങളെ സംബന്ധിച്ച് ഡൈഡ് മെമ്പർ, പാസ്റ്റ് മെമ്പർ, ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലയബിലിറ്റി നിലനിൽക്കുന്നത് 2 വർഷം വരെ, 2 ഇയർ. ഈ 2 വർഷം നിൽക്കുന്നത് എന്നാണോ ഈ മെമ്പർഷിപ്പ് നിർത്തലാക്കിയത്, സീസ്ഡ് ടു ബി മെമ്പർ, ഇതാണ് പോസിഷൻ. സീസ്ഡ് ടു ബി മെമ്പർ, വിച്ച് ഡേറ്റ്? ഓൺ ഡേറ്റ്. ഇനി ഡൈഡ് മെമ്പർ, ഡൈഡ് ഓൺ, അവിടുന്ന് 2 ഇയർ ലയബിലിറ്റി എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി അണ്ടർ സെക്ഷൻ 71 വോണ്ടപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, സൊസൈറ്റി വോണ്ടപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചും ഈ പറയുന്ന ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് അവസാനിക്കുന്നത് വരെ, ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് എന്നാണോ കണ്ടിന്യൂസ്ലി അൺടിൽ എന്നാണോ അവസാനിക്കുന്നത് അതുവരേക്കും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പോയിന്റ് വൈസിൽ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വന്നാൽ മാത്രമാണ് ഒരു സെക്ഷനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ സെക്ഷൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് വൈസിൽ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി കൊണ്ടുവന്നാൽ നമ്മളെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് അത് ഓർമ്മയിലേക്ക് വരും. എന്താണ് സെക്ഷൻ 27 പ്രകാരം വീണ്ടും നമ്മൾ പഠിച്ചത്? ഫൈനൽ അതോറിറ്റി. ആരാണ് ഫൈനൽ അതോറിറ്റി? ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി, GB. ആ അംഗങ്ങളുടെ ജനറൽ ബോഡിയിലേക്ക് വരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കടന്നു വരുന്നത് ഈ പറയുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏരിയ ഓപ്പറേഷൻ സംബന്ധിച്ച് ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ താലൂക്കിൽ ആണ് സൊസൈറ്റി ഇവിടെ വ്യാപിച്ചു നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഏരിയ പറഞ്ഞിട്ട് അത്രത്തോളം ഏരിയയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, എണ്ണത്തിൻ്റെ കാര്യത്തിൽ അംഗങ്ങൾ ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ചെയ്യപ്പെട്ട എണ്ണത്തിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഉടനെ ബൈലോ ഭേദഗതി, അമെൻമെൻറ്റ് ചെയ്യണം. അമെൻമെൻറ്റ്, ബൈലോ ഭേദഗതി ചെയ്യപ്പെടുമ്പോൾ ആരുടെ സഹായം വേണം? ഈ പറയുന്ന ബൈലോ ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളിലേക്ക് 50 മെമ്പർമാരെ സംബന്ധിച്ച് ഒരു ഡെലിഗേറ്റും 1 ഡെലിഗേറ്റ്, 50 മെമ്പർമാരെ സംബന്ധിച്ച് ഒരു ഡെലിഗേറ്റ്. പിന്നെ ഇവിടെ 2500 സംബന്ധിച്ചിട്ടുള്ള കഥയാണ് പറയുന്നത്. 2500 മെമ്പർമാരെ സംബന്ധിച്ച് എത്ര ഡെലിഗേറ്റ്സ് ഉണ്ടായിരിക്കണം? 50 പേരുണ്ടായിരിക്കണം. പിന്നെ 2500 മുതൽ
10,000 വരെയുള്ള ആളുകളെ സംബന്ധിച്ച് 200 ഡെലിഗേറ്റ്സും 10,000-ന് മുകളിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് 500 ഡെലിഗേറ്റ്സും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു പോർഷനിലുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് കൃത്യതയോടുകൂടി മനസ്സിലാക്കണം. സെക്ഷൻ 28ലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ 28 സംഭവിക്കുന്നത് എന്താണ്? ഒരു കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയാണ്? നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടി? 5 വർഷക്കാലം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കുന്നതിനും മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 28 പ്രകാരം ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. ആ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം കമ്മിറ്റിയിലേക്ക് വരേണ്ടത്. ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യപ്പെടുന്നത്. ആ അപ്ലിക്കേഷനിൽ ഫയൽ ചെയ്യപ്പെട്ട അംഗങ്ങളെയാണ് ഈ പറയുന്ന സൊസൈറ്റിയുടെ ആദ്യത്തെ ജനറൽ ബോഡിയിലേക്ക് വിളിച്ചു ചേർക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചീഫ് പ്രൊമോട്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ ചീഫ് പ്രൊമോട്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതുപോലെ തന്നെ ബൈലോയിൽ ഭേദഗതി ചെയ്യണം. അതല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് കൃത്യതയോടുകൂടി ആ ബൈലോ, മോഡൽ ബൈലോ ശരിയായിട്ടുള്ള ബൈലോ ആക്കി നിർമ്മിച്ചതിന് ശേഷം രജിസ്ട്രേഷന് ശേഷം 3 മാസക്കാലത്തിനുള്ളിൽ, രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 മാസം കാലത്തിനുള്ളിൽ എന്തു ചെയ്യണം? ഈ പറയുന്ന ആദ്യത്തെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങളും പരിഗണിക്കണം. ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് അവിടെ വരുന്ന ബൈലോ പ്രകാരം എങ്ങനെയാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. പിന്നെയും വീണ്ടും ഒരു 3 മാസക്കാലം വേണമെങ്കിൽ ഫർദർ പീരീഡ് എന്നാണ് ഇവിടെ നിയമത്തിൽ പറയുന്നത്. ഫർദർ പീരീഡായിട്ട് വീണ്ടും ഒരു 3 മാസക്കാലം കൊണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്താം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ രജിസ്ട്രാറുടെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ടൈം വീണ്ടും ഫർദറായിട്ട് അംഗീകരിച്ചപ്പെടുത്തരുന്നത്. ഇപ്രകാരം ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ്റിന്, രജിസ്ട്രാർക്ക് ഈ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ഈ പറയുന്ന സർക്കാരിനെ അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് നോമിനികളായിട്ട് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ റൂൾ 44 പ്രകാരം പല ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവിക്കുന്ന ആളുകൾ, ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുകളും ഈ സൊസൈറ്റിയിലെ മെമ്പറാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഡിസ്ക്വാളിഫിക്കേഷൻ നമുക്ക് നേരത്തെ പഠിച്ചതാണ്. ഒരു മെമ്പർഷിപ്പിനെ സംബന്ധിച്ച് സെക്ഷൻ 16 പ്രകാരം നമ്മൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമുക്ക് നോക്കാം, ഇത് കഴിഞ്ഞ് വീണ്ടും നോക്കാം. അപ്പോൾ ഇതുപോലെ പ്രകാരം ഒരു സൊസൈറ്റിയുടെ ക്വാറമാണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ക്വാറം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് സെക്ഷൻ 28 ഈ ക്വാറത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത്. ക്വാറം ജസ്റ്റ് അബവ് 50% ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. 51% ഉണ്ടെങ്കിലാണ്, ക്വാറം ഉണ്ടെങ്കിലാണ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാനായിട്ട് കഴിയുകയുള്ളൂ. ക്വാറം ഇല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 31 പ്രകാരം നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങളും ഈ പറയുന്ന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. അവരെല്ലാം കൂടിച്ചേർന്ന ആളുകളിലെ എബവ് 50% എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ക്വാറം എന്ന് പറയുന്ന വാക്ക്. ശരിയായിട്ടുള്ള വാചകം ഇങ്ങനെയാണ്: ക്വാറം ഫോർ എ മീറ്റിംഗ് ഓഫ് എ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി, number of person just above 50% of total number of members of the committee, consisting of elected members in terms of section 28(1) and nominated members in terms of section 31. As per section 31 നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. എങ്കിലും കോറം വന്നതുകൊണ്ട് ആ കോറവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളും പ്രതിപാദിച്ചു എന്ന് മാത്രം. സെക്ഷൻ 28A എന്താണെന്ന് നോക്കാം. സെക്ഷൻ 28A പ്രകാരം
ഇവിടെ റിസർവേഷൻ ഓഫ് വുമൺ മെമ്പേഴ്സ്, അതുപോലെ തന്നെ റിസർവേഷൻ ഓഫ് SC/ST മെമ്പേഴ്സ്, അവരെ സംബന്ധിച്ച് ഒരു സൊസൈറ്റിയിലേക്ക് എത്ര അംഗങ്ങളെ, സ്ത്രീകളായിട്ടുള്ള 3 അംഗങ്ങൾക്ക് റിസർവേഷനുണ്ട്. SC/STയിൽ പെടുന്ന ഒരു അംഗത്തിനും റിസർവേഷനുണ്ട്. ഈ റിസർവേഷൻ സീറ്റിലേക്ക് ആരും വന്നില്ല എങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ആ ഗവൺമെൻറ്റിനെ അതിലേക്ക് ആ അംഗത്തെ നോമിനേറ്റ് ചെയ്യാം. ST/SC പറയുന്ന വിഭാഗത്തിലെ കമ്മിറ്റിയിലേക്ക് ആരും തിരഞ്ഞെടുക്കപ്പെടാൻ വന്നില്ല എങ്കിൽ ഗവൺമെൻറ്റിനെ അവിടെയും അവരെ നോമിനേറ്റ് ചെയ്യപ്പെടാം. ഈ തിരഞ്ഞെടുത്ത അംഗത്തെ പോലെ തന്നെ ഇവർക്കും നോമിനേറ്റഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് പവർ ഉണ്ട് എന്ന് നമ്മുടെ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് സെക്ഷൻ 28B. എന്താണ് സെക്ഷൻ 28B? സെക്ഷൻ 28B എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ? ഗവൺമെൻറ് ഗസറ്റ് വിജ്ഞാപനം നടത്തുന്നത് വഴി ഒരു സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൂപ്പറിൻറ്റൻഡൻസ് പവർ നടത്തപ്പെടുന്നു, ഡയറക്ഷൻ ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഇവരെല്ലാവരും ഇലക്ടറൽ റോൾ പ്രിപ്പറേഷൻ ചെയ്യുന്നു. ഇലക്ഷൻ നടത്തിക്കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ വരുന്ന പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, ഈ ഇലക്ഷനിലെല്ലാം നടത്തപ്പെടുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അംഗങ്ങളാണ്. ഈ ഒരു ചോദ്യം വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് കണ്ടപ്പോൾ. ഇലക്ടറൽ റോൾ അത് ആരാണ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്? പല ഉത്തരങ്ങളും കൊടുത്തു. ഇവിടെ ശരിയായിട്ടുള്ള രീതിയിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ടറൽ റോൾ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉത്തരം. ചോദ്യപേപ്പർ ഇവിടെ ഇല്ല എങ്കിലും ഒരു ചോദ്യപേപ്പറിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വിലയിരുത്തിയെന്ന് മാത്രം. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ 3 അംഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 2 മെമ്പർമാർ, അവരടങ്ങുന്ന കമ്മിറ്റിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇതിൽ ചീഫ് ഉണ്ടായിരിക്കും, 2 മെമ്പർമാരുണ്ടായിരിക്കും. ഇവർ കൂടിച്ചേർന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അവരാണ് സൊസൈറ്റിയിലെ തിരഞ്ഞെടുപ്പ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ നടത്തുന്നത്. ഇവരാണ് ഇലക്ടറൽ റോൾ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ഇവരുടെ അധികാരം ഗസറ്റ് വിജ്ഞാപനം മൂലമാണ് ഇവരുടെ അധികാരം ഇവർക്ക് കൊടുക്കുന്നത്. അത് ഈ പറയുന്ന പ്രകാരം നോട്ടിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് 5 വർഷക്കാലത്തോളം ആ പദവിയിൽ ഇരിക്കാം. 5 വർഷം, 5 ഇയർ ആണ് ഇവരുടെ കാലാവധി. പിന്നെ പറയുന്നുണ്ട് ഇവർക്ക് 62 വയസ്സ്, മാക്സിമം 62 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ 5 വർഷമാണോ 62 വയസ്സാണോ ഏതാണ് അവരുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്നത് അതുവരേക്കും അവർക്ക് സ്ഥാനത്ത് തുടരാം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. വിച്ച് എവർ ഇസ് ഏർലിയർ ഒക്വേർഡ് 62 ഏജ് ഓർ 5 ഇയർ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 മെമ്പർമാരും സെക്ഷൻ 28B വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നേരത്തെ തന്നെ 28 നമ്മൾ പറഞ്ഞു. 28 പ്രകാരം പറഞ്ഞത് എന്താണ്? റിസർവേഷൻ. ആർക്കുള്ള റിസർവേഷനാണ്? സ്ത്രീകൾക്കുള്ള റിസർവേഷൻ. എത്ര സീറ്റാണ്? 3 സീറ്റാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മൊത്തം സീറ്റുകളിലെ 3 സീറ്റാണ് ഇവർക്ക് റിസർവേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 1 സീറ്റ് SC/ST കാറ്റഗറിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കിയിരിക്കണം. കോറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ജസ്റ്റ് എബവ് 50%. Just above 50% of the total members of the committee. എങ്കിൽ മാത്രമാണ് കോറം തികയാതെ ഒരു മീറ്റിങ്ങും വിളിച്ചു ചേർക്കാൻ കഴിയില്ല. ആ കാര്യം കൊണ്ടാണ് കോറത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ കോറം എന്ന് പറയുന്ന ചോദ്യം പരീക്ഷയ്ക്ക് വരാം. ഇനി അടുത്തത് സെക്ഷൻ 29 ആണ്.
29 പ്രകാരം നമ്മൾ പഠിക്കേണ്ടത് ആനുവൽ ജനറൽ ബോഡി. ആനുവൽ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്കറിയാം, ഒരു സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കമ്മിറ്റി വർഷത്തിൽ ഒരിക്കൽ വിളിച്ചു ചേർക്കേണ്ട ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ ബോഡി. ആ ആനുവൽ ജനറൽ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അജണ്ട നിശ്ചയിച്ചും കൊണ്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് സെക്ഷൻ 29 പ്രകാരം അപ്രകാരം പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ പറയുന്ന രജിസ്ട്രാർക്ക് ഒരു 3 എന്നാണോ എക്സ്പയറി ഓഫ് ദ പീരീഡ് ഓഫ് ദ കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് 90 ഡേയ്സിനുള്ളിൽ മറ്റൊരു കമ്മിറ്റിയെ ആ സ്ഥാനത്ത് അവർക്ക് മാറ്റി പ്രതിഷ്ഠിക്കാം. ആ കാര്യം കൂടി പ്രതിപാദിച്ചുകൊണ്ടാണ് സെക്ഷൻ 29 നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്, ആ പറയുന്ന ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റി, ആ കമ്മിറ്റി ഇതുപ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കമ്മിറ്റിയുടെ എക്സ്പയറി വരുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ആനുവൽ ജനറൽ ബോഡി നടത്തപ്പെട്ടില്ല എങ്കിൽ 90 ദിവസത്തിനകം ഈ മീറ്റിംഗ് വിളിച്ചു ചേർക്കാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? രജിസ്ട്രാർ ഓർ ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ്. ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു ഡിഫാൾട്ട് വരുത്തുന്ന സമയത്ത് രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ ആൾക്ക് ഇങ്ങനെ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാനുള്ള കഴിവുണ്ട്. എത്ര ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കണം? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അപ്പോൾ 90 ഡേയ്സ് ആണ്. 90 ഡേയ്സ്, ആ 90 ദിവസത്തിനകം ഈ പറയുന്ന എക്സ്പയറി ഡേറ്റിൻ്റെ അവിടെ നിന്ന് 90 ദിവസത്തിനുള്ളിൽ ഇപ്രകാരം ആനുവൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കണം എന്നാണ് നിയമം നമ്മളെ അനുശാസിക്കുന്നത്. ഇതുപ്രകാരം നമ്മൾ എന്തു ചെയ്യണം? ഇവിടെ ആരാണ് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പ്രവർത്തിച്ച വ്യക്തി? ഒരു മാനേജിങ് കമ്മിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ടാകാം. ആ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു സൊസൈറ്റിയിലെ 7 അംഗങ്ങൾ മുതൽ 15 വരേക്കും, പിന്നെ മറ്റുള്ള സൊസൈറ്റികളെ സംബന്ധിച്ച് 21 അംഗങ്ങളെയും തിരഞ്ഞെടുക്കപ്പെടാം എന്ന് ഇവിടെ നിയമം അനുശാസിക്കുന്നുണ്ട്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ 7 to 15, മറ്റുള്ള സൊസൈറ്റികളെ സംബന്ധിച്ച് ഇവിടെ 21, അതാണ് മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പം അതുമായി ബന്ധപ്പെട്ട് നോമിനേറ്റഡ് ചെയ്യപ്പെട്ട അംഗങ്ങളൊക്കെ ആയാലും ഇവിടെ അങ്ങനെ ഒരു കമ്മിറ്റി ഈ 90 ശരിയായ രീതിയിലുള്ളിൽ ആനുവൽ ജനറൽ ബോഡി നടത്തപ്പെട്ടിട്ടില്ല എങ്കിൽ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റും? അവിടെ രജിസ്ട്രാർ അല്ലെങ്കിൽ പേഴ്സൺ ഓതറൈസ് ചെയ്യപ്പെട്ട വ്യക്തി ഇതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ മീറ്റിംഗ് 90 ദിവസത്തിന് വിളിച്ചു ചേർക്കുന്നു. ആ വിളിച്ചു ചേർക്കപ്പെടുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പ്രവർത്തിച്ച ആ മെമ്പറെ ഇവിടെ എന്ത് ചെയ്യാം? ഡിസ്ക്വാളിഫൈ ചെയ്യാം. 5 വർഷക്കാലത്തേക്ക് ആ മെമ്പറെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഈ ആനുവൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാത്ത ഡിഫോൾട്ടായിട്ടുള്ള ആ പറയുന്ന റെസ്പോൺസിബിൾ പേഴ്സൺ, അയാൾ ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ 5 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സൊസൈറ്റി ഷാൽ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ള അവസരമുണ്ട്. എന്നാണ് ആനുവൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കപ്പെടുന്നത്? ഇവിടെ ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്നാണ് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. അതിൻ്റെ 6 മാസത്തിനുള്ളിൽ 6 months എന്നാണോ ക്ലോസ് ചെയ്യാൻ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന അതിൻ്റെ മുമ്പ് 6 മാസത്തിനുള്ളിൽ വേണം ഈ പറയുന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ആനുവൽ ജനറൽ ബോഡിയിലെ സബ്ജക്റ്റ് വൈസിലെ അജണ്ടയായിട്ട് വരേണ്ടത്? അതായത് അജണ്ട, ഈ പറയുന്ന മീറ്റിങ്ങിലെ അജണ്ടയായിട്ട് വരുന്നത് എന്താണ്?
ഒന്നാമത്തെ അജണ്ട അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ്. ഒന്ന് അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ. എല്ലാ വർഷങ്ങളിലും ഇലക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇലക്ഷനും ഇവിടുത്തെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് വരണം. മൂന്ന്, ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് കൺസിഡർ. ഓഡിറ്റ് റിപ്പോർട്ട് കൺസിഡർ പരിഗണിക്കുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാലാമത്തെ കാര്യം, ഇവിടെ ഈ റിവ്യൂ ഓഫ് ആനുവൽ റിപ്പോർട്ട്. റിവ്യൂ, ചില കാര്യങ്ങളിൽ ഒരു റിവ്യൂ വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ റിവ്യൂ ഉണ്ടാകും. പിന്നെ അഞ്ചാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്താണ്, ഇവിടെ അമെൻമെൻറ്റ് ഓഫ് ബൈ ലോ. ഇതൊരു സബ്ജക്റ്റാണ്, അമെൻമെൻറ്റ് ഓഫ് ബൈ ലോ. ഇത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന ആനുവൽ ജനറൽ ബോഡിയിൽ നമ്മളുടെ വിഷയവുമായിട്ട് ബോഡിയിൽ സബ്ജക്റ്റ് വൈസിൽ അജണ്ട ഫിക്സ് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളും മീറ്റിങ്ങിൽ പ്രതിപാദിക്കേണ്ട വിഷയങ്ങളും. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ 30, സ്പെഷ്യൽ ജനറൽ ബോഡി. എന്താണ് സ്പെഷ്യൽ ജനറൽ ബോഡി? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സെക്ഷൻ 30 പ്രകാരം സ്പെഷ്യൽ ജനറൽ ബോഡി, സ്പെഷ്യൽ GB, ഇത് ഒരു മാസത്തിനകമാണ് വിളിച്ചു ചേർക്കുന്നത്. ഒന്ന് രജിസ്ട്രാർ നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ 1/5 ടോട്ടൽ മെമ്പേഴ്സ് അതായത് 1/5 ഭാഗം ടോട്ടൽ മെമ്പർമാരിലെ 1/5 ഭാഗം മെമ്പർമാർ റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ജനറൽ ബോഡി എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. സ്പെഷ്യൽ ജനറൽ ബോഡി എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അറ്റ് എനി ടൈം കോളിംഗ് ദിസ് ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡി വിത്തിൻ 1 month. അതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത്, ചോദ്യത്തിൽ വരുന്നത് 1 monthലാണ് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കുന്നത്. ആരാണ് വിളിപ്പിക്കപ്പെടുന്നത്? രജിസ്ട്രാർ റിക്വസ്റ്റ് നൽകണം. ഈ പറയുന്ന സൊസൈറ്റിയോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രകാരം ചെയ്യണം. അല്ലാത്ത പക്ഷം ഈ പ്രകാരം മൊത്തം അംഗസംഖ്യയുടെ 1/5 മെമ്പർമാരെ കൂട്ടായി എഴുതി തയ്യാറാക്കി ഒരു മെമ്മോറാണ്ടം പോലെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കപ്പെടും എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് സെക്ഷൻ 30 പ്രകാരം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന റൂൾ ഉണ്ട്. ആ റൂള് 36 ആണ് എന്നുള്ള കാര്യം മറക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ റൂൾ 36 വീണ്ടും അതേ പ്രകാരം തന്നെ ഒരു മാസത്തിനകം ജനറൽ ബോഡി വിളിച്ചു ചേർക്കണം. അതുപോലെ തന്നെ മൊത്തം അംഗങ്ങളുടെ 1/5 ഭാഗം എഴുതി ആവശ്യപ്പെട്ടാൽ ഇപ്രകാരം മീറ്റിംഗ് വിളിക്കണം എന്നുള്ള കാര്യത്തിൽ റൂൾ 36 ആണ് കംപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് യാതൊന്നും മറന്നു പോകില്ല. അടുത്തത് സെക്ഷൻ 31 ആണ്. എന്താണ് സെക്ഷൻ 31? സെക്ഷൻ 31 പ്രകാരം ഗവൺമെന്റ് നോമിനീസ്. ആരാണ് ഗവൺമെന്റ് നോമിനി? 2 അംഗങ്ങളെയാണ് ഗവൺമെന്റ് നോമിനിയായിട്ട് നൽകുന്നത്. ഇവിടെ എപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്റ്റേറ്റ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള ഒരു സൊസൈറ്റി എപ്പെക്സ് സൊസൈറ്റി. അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റി. അപ്പോൾ എന്താണ് എപ്പെക്സ് സൊസൈറ്റി എന്നുള്ളത് നമ്മുടെ ഡെഫിനിഷൻ പഠിക്കണം. ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. സെൻട്രൽ സൊസൈറ്റി, അതും അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കിയിരിക്കണം. ഈ 2 കാര്യങ്ങളും അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനിലാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എപ്പെക്സ് സൊസൈറ്റി ഹോൾ സ്റ്റേറ്റ് ഏരിയ ഓപ്പറേഷൻ പരിഗണിക്കപ്പെടുന്നു. സെൻട്രൽ സൊസൈറ്റി 2 അതിലധികമോ റവന്യൂ ഡിസ്ട്രിക്റ്റിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇതാണ് ഈ 2 സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇവരെ ആണ് ഇവിടെ ഗവൺമെൻറ് നോമിനീസായിട്ട് വരുന്നത്.
സാധാരണ രീതിയിൽ സൊസൈറ്റിയിലേക്ക് ഫണ്ട് നൽകുന്നു ഗവൺമെൻറ്. അങ്ങനെ ഷെയർ ക്യാപിറ്റലിലേക്ക് ഫണ്ട് നൽകി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒരു ഷെയർ ക്യാപിറ്റൽ ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിക്കും സെൻട്രൽ സൊസൈറ്റിക്കും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്രകാരം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട്, അതുപോലെ തന്നെ മറ്റ് റീപേയ്മെൻറ്റ് ഓഫ് എമൗണ്ട്, ഇതിനെല്ലാം ഗ്യാരണ്ടി നൽകുന്നു. ആരാണ് ഗ്യാരണ്ടി നൽകുന്നത്? ഗവൺമെൻറ് ആണ് ഗ്യാരണ്ടി നൽകുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട്, അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് എമൗണ്ട്, ഇതിന് ഗവൺമെൻറ് എന്ത് നൽകുന്നു? ഗ്യാരണ്ടി നൽകുന്നു. അങ്ങനെ അഡ്വാൻസ് നൽകാം, ലോൺ നൽകാം. ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പിലേക്കായിട്ട് ഗവൺമെൻറ് 2 പേരെ ഈ പറയുന്ന സൊസൈറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. 2 persons ആർ നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ആ 2 അംഗങ്ങളും ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻട്രൽ സൊസൈറ്റി ആയാലും എപ്പെക്സ് സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്കാണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് പ്രസിഡൻ്റ് ആകാനോ ചെയർമാൻ ആകാനോ വൈസ് ചെയർമാൻ ആകാനോ അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് ആകാനോ കഴിയില്ല. അതുപോലെ തന്നെ നോ കോൺഫിഡൻറ്റ് മോഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല, വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് നമ്മുടെ സെക്ഷൻ 31 പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. നോമിനേറ്റഡ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ആണ്, പ്രത്യേകിച്ച് മറ്റുള്ള അധികാരങ്ങൾ ഇല്ല എന്ന് നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത സെക്ഷൻ 32 ആണ്. എന്താണ് 32-ൽ പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് സെക്ഷൻ 32. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി. സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി. ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് രജിസ്ട്രാർ എൻക്വയറി നടത്തുന്നു. നേരിട്ട് അല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വഴി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ വഴി ഒരു എൻക്വയറി നടത്തപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട വാക്ക് എൻക്വയറി. ആ പറയുന്ന ഫൈനാൻസ് ബാങ്ക്, ഇതുമായി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു ബാങ്കാണ് ഫൈനാൻസ് ബാങ്ക്. ഈ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സൊസൈറ്റിയെ എങ്ങനെ പ്രവർത്തിക്കുന്നു വളരെ പ്രശ്നമാണ്. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക മേഖല വളരെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകപ്പെടുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആ പറയുന്ന ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർക്ക് മുഴുവൻ കാര്യങ്ങളും ബോധ്യപ്പെട്ടു. എന്താണ് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടത്? സൊസൈറ്റിയുടെ കമ്മിറ്റി സ്ഥിരമായിട്ട് പെർമനൻ്റായിട്ട് പെർസിസ്റ്റൻ്റായിട്ട് വളരെ ഡിഫോൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പെർമനൻ്റായിട്ട് ഡിഫോൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നെഗ്ലിജൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ്. നെഗ്ലിജൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്നു സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനം. ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ എന്താണോ, സാമ്പത്തിക താല്പര്യങ്ങൾക്ക്, അതായത് മൊത്തം കോമൺ ആയിട്ടുള്ള താല്പര്യമാണ് നമ്മൾ ഓബ്ജക്റ്റായിട്ട് പഠിക്കുന്നത്. അങ്ങനെ ആ കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബൈലോ റൂൾസ്, അതുപോലെ തന്നെ ആക്ടിൽ ഈ പ്രകാരം ചെയ്യേണ്ട ചുമതലകൾ കമ്മിറ്റിയുടെ
സൊസൈറ്റിയുടെ കമ്മിറ്റിക്ക് ഉണ്ട്. പക്ഷേ അവർ ആ ചുമതലകൾ ചെയ്യാതെ വീഴ്ച വരുത്തി എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, നിയമപരമായ ഒരു ഓർഡർ കംപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നൽകാതിരിക്കുക ആണെങ്കിൽ, അതുവഴിക്ക് സൊസൈറ്റിക്ക് ലോസ് ഉണ്ടാകുക, ഡാമേജ് ഉണ്ടാകുക, അങ്ങനെ സൊസൈറ്റിയുടെ അസറ്റ് നഷ്ടപ്പെട്ടു പോയി എന്ന് ആർക്ക് ബോധ്യപ്പെട്ടാലേ? രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തിയതുകൊണ്ട്, അങ്ങനെ മനഃപൂർവ്വം വീഴ്ച വരുത്തിയതിലൂടെ സംഭവിച്ചിട്ട് മിസ്അപ്രോപ്രിയേഷൻ ചെയ്യുന്നു, ഫണ്ട് മിസ്അപ്രോപ്രിയേഷൻ ചെയ്തു എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, അറിയാലോ മിസ്അപ്രോപ്രിയേഷനെ സംബന്ധിച്ച് നമ്മൾ ഈ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും പഠിച്ചിട്ടുണ്ടായിരുന്നു, മിസ്അപ്രോപ്രിയേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രകാരം ആ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക, ടാമ്പർ ചെയ്യുക, റെക്കോർഡുകൾ തിരുത്തുക, റെക്കോർഡുകളിൽ മാറ്റം വരുത്തുക, അപ്രകാരം പ്രവർത്തിച്ചാൽ, റെക്കോർഡ് നശിപ്പിച്ചാൽ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ റെക്കോർഡ്, മാൽ പ്രാക്ടീസ് ചെയ്താൽ രജിസ്ട്രാർ ഒരു കമ്മിറ്റിക്ക് ഒരു അവസരം നൽകും. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയിട്ട് ഇതൊക്കെ ചെയ്യുള്ളൂ. ഓപ്പർച്യൂണിറ്റി, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ അവസരം നൽകിയതിന് ശേഷം എന്തെങ്കിലും ഒബ്ജക്ഷൻ എഴുതി കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതി കൊടുത്തതിന് ശേഷം എന്തു ചെയ്യും? ഈ കമ്മിറ്റിയെ റിമൂവ് ചെയ്യപ്പെടുന്നു. കമ്മിറ്റി റിമൂവ്ഡ്, കമ്മിറ്റി ഇതിന് ശേഷം റിമൂവ്ഡ്. കമ്മിറ്റിയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ വരുന്നത്, അഡ്മിനിസ്ട്രേറ്റർ. ആ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ്, ആ അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആയിട്ട് തന്നെ വരാം. കമ്മിറ്റിയിലെ 3 അംഗങ്ങളെക്കാളും കൂടാൻ പാടില്ല. അവരുടെ പ്രവർത്തനം ശരിക്കു പറഞ്ഞാൽ 6 മാസത്തേക്കാണ് അവരെ ശരിക്ക് നിയോഗിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ രജിസ്ട്രാർക്ക് തോന്നുകയാണ് ഒന്നും കൂടി നീട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യതയോടെ ആയിട്ടില്ല, ഒരു 6 മാസം കൂടി ഫർദറായിട്ട് അനുവദിച്ചുകൊണ്ട് ഏകദേശം 1 വർഷം വരെ വേണമെങ്കിൽ തുടരാം എന്ന നിയമം അനുശാസിക്കുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെമ്മറിയിലേക്ക് കയറി വരണമെങ്കിൽ സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് മനസ്സിൽ ഇത് കരുതിയിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയതിന് ശേഷമാണ് ഈ കമ്മിറ്റിയെ ഇതിൽ നിന്നും മാറ്റി ചെയ്യുന്നത്, റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവരുടെ കമ്മിറ്റി ഡിസ്ക്വാളിഫൈഡായി മാറുന്നു. അങ്ങനെ ഡിസ്ക്വാളിഫൈഡായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് എത്ര വർഷക്കാലം വരേക്കും അവർക്ക് തുടരാനോ ഇലക്ഷന് നിൽക്കാനോ അഡ്മിനിസ്ട്രേറ്റർ ആവാനോ അല്ലെങ്കിൽ നോമിനേറ്റഡ് മെമ്പർ ആകാനോ കഴിയില്ല. 10 വർഷം വരേക്കും. ഇവിടെ നിയമത്തിൽ പറയുന്നത് 2 കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് പറയുന്നത്. 2 കോൺസിക്യൂട്ടീവ് ടേംസ്, 10 വർഷം എന്നാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണയിൽ പറയുന്നത്. 10 വർഷം എന്ന് നിയമത്തിൽ പറയുന്നില്ല, 2 കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് പറയുന്നത്. ഞാൻ വായിക്കാം. ഇതിൽ ഇങ്ങനെയാണ് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എവരി മെമ്പർ ഓഫ് ദ കമ്മിറ്റി സൂപ്പർസീഡഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് സച്ച് എ സൂപ്പർസെഷൻ സ്റ്റാൻഡ് ഡിസ്ക്വാളിഫൈഡ് ടു കണ്ടസ്റ്റ് ഇലക്ഷൻ ഓർ ടു ബി നോമിനേറ്റഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഡാഷ് എന്ന് വന്നു കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ്. 2 കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് അവിടെ ഉത്തരം വരുന്നത്. അതുപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ചില നടപടികൾ എടുത്തിരിക്കണം എന്ന് നമ്മളെ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. എന്തെല്ലാം നടപടികൾ നടത്തിയിരിക്കണം? സെക്ഷൻ 32 പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളിലാണ് നടപടികൾ ചെയ്യേണ്ടത്. ഒന്ന്, രജിസ്ട്രാർ കൺസൾട്ട് ദ ഫൈനാൻസിങ് ബാങ്ക്. ഫൈനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴാണ് അവിടുത്തെ സാമ്പത്തിക വിവരങ്ങൾ കിട്ടുന്നത്. അതുപ്രകാരം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായി കൺസൾട്ട് ചെയ്യണം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി കൺസൾട്ട് ചെയ്യണം. അതായത് സാധാരണ രീതിയിൽ ഒരു ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പായിട്ട് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം എന്നൊരു ചോദ്യം
നിങ്ങളുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് വന്നാൽ ഇങ്ങനെ സെക്ഷൻ 32 പ്രകാരം സൂപ്പർ സെഷൻ കമ്മിറ്റി ആയി വന്നു കഴിഞ്ഞാൽ രജിസ്ട്രാർ കൺസൾട്ട് ചെയ്യപ്പെടുന്ന 2 ആളുകളുണ്ട്. ആ പറയുന്ന ഒന്ന് ഫൈനാൻസിങ് ബാങ്ക്, അതിനെ തുടർന്ന് രണ്ടാമത്തെ ആൾക്ക് ഒരേ സ്റ്റാറ്റസിൽ പറയുന്നത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആസ് ദ കേസ് മേ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരം ഒരു ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിരിക്കണം. വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ സൂപ്പർ സെഷൻ ഷാൽ ജനറലി ഫോർ 6 months ആണ്. പീരീഡ് മേ ബി എക്സ്റ്റെൻഡ് ഫോർ എ പീരീഡ് ഫർദർ പീരീഡ് നോട്ട് എക്സീഡിങ് 6 months. അങ്ങനെയാണ് 6 വരുന്നതാണ്. അങ്ങനെയാണ് 12 മാസക്കാലത്തോളം ഈ പറയുന്ന അംഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ പിന്നീട് ഭരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് കൺസൾട്ട് ചെയ്യണം. എപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ആ കൺസൾട്ടേഷൻ്റെ ഏരിയ വരുന്നത് സ്റ്റേറ്റ് നിലവാരത്തിൽ നിൽക്കുന്ന അപ്പെക്സ് സൊസൈറ്റിയും അതുപോലെ 2ഓ അതിലധികമോ ഈ പറയുന്ന റവന്യൂ ഡിസ്ട്രിക്റ്റിൽ വ്യാപിച്ച് കിടക്കുന്ന ബാങ്ക് ആണെങ്കിൽ, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി കൺസൾട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ 2 കൂട്ടരുടെ കൺസൾട്ടേഷൻ ശേഷം മാത്രമാണ് ഇത്തരത്തിലെ ഒരു ഓർഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ. എത്തരത്തിലുള്ള ഓർഡർ? ഈ സെക്ഷൻ 32 പ്രകാരം ആ സൊസൈറ്റിയെ റിമൂവ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടല്ലോ. ആ പറയുന്ന ഒരു 2 ടേം വരേക്കും അവരെ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന ആളുകളുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സംഭവിക്കുന്നുള്ള കാര്യം സെക്ഷൻ 32 പറയുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തത് സെക്ഷൻ 33 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 32 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 33 കിടക്കാം. ഇതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 33 പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും ന്യൂ കമ്മിറ്റിയെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും സാധാരണ രീതിയിൽ അവിടുത്തെ മുൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വീഴ്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സെക്ഷൻ 33 നോക്കാം. എന്താണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി? ഇവിടെ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞു. പുതിയ കമ്മിറ്റിയാണെങ്കിൽ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. അവിടെ നിലവിലുള്ള കമ്മിറ്റിക്കെതിരെ അവിശ്വാസം പാസ്സായി. നിലവിലുള്ള കമ്മിറ്റി മൊത്തം രാജിവെച്ചു. പുതിയ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ബാക്കി മെമ്പർമാരെ കൊണ്ട് കോറം തികയാതെ വരുന്ന സാഹചര്യം വന്നു. അപ്പോൾ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു മീറ്റിംഗ് നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം, സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ളൊരു 4 കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഒന്ന്, കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് ആ കഴിയുന്നതിനേക്കാൾ മുമ്പിലാൽ ഈ പറയുന്ന പുതിയൊരു കമ്മിറ്റിയെ ഉണ്ടാക്കാത്തത് കുറ്റം പഴയ കമ്മിറ്റിയുടെ പേരിൽ ചാർജ് നിൽക്കും. അപ്പോൾ പുതിയ കമ്മിറ്റിയെ സംബന്ധിച്ച് ഉണ്ടാക്കാതെ വരിക. നിലവിലുള്ള കമ്മിറ്റിക്കെതിരെ അവിശ്വാസം പാസ്സാകുക. ഈ 5 വർഷത്തിനുള്ളിലെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടന്നില്ല എങ്കിൽ അവർക്കെതിരെ അവിശ്വാസം പാസ്സാകും. പിന്നെ നിലവിലുള്ള കമ്മിറ്റി മൊത്തം രാജിവെച്ചു. നിലവിലുള്ള മൊത്തം കമ്മിറ്റി എൻ ബ്ലോക്ക് റിസൈൻ എന്നാണ് പറയുന്നത്. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി ഉണ്ടാക്കാൻ സംബന്ധിച്ച് കോറം തികയാതെ വരുന്നു. പുതിയ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള കോറം തികയാതെ വരുന്നു. അങ്ങനെ തുടർച്ചയായി 6 മാസക്കാലം 6 months കോൺസിക്യൂട്ടീവ്ലി 6 months 6 മാസക്കാലം തുടർച്ചയായിട്ട് മീറ്റിംഗ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? രജിസ്ട്രാർ സ്യൂ മോട്ടോ, ഒന്നുമില്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയുടെ മെമ്പറിൻ്റെ അപ്ലിക്കേഷൻ്റെ മുകളിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ അറിയിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റർ
അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, 1 അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. മാക്സിമം 3 ആളുകൾ കൂടാൻ പാടില്ല, 3 ആളുകൾ മാത്രമേ ഇതിലെ പാടുള്ളൂ. അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഈ പറയുന്ന 3 ആളുകളായിട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ സൊസൈറ്റിയിലെ അംഗങ്ങളാകണമെന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അവര് ഇവിടെ മെമ്പർമാരാകണമെന്നില്ല. ആ പറയുന്ന 3 ആളുകളിൽ ഒരാള് കൺവീനറാണ്, കൺവീനർ. മറ്റ് 2 ആളുകൾ മെമ്പേഴ്സ്. അപ്പോൾ ഒരാൾ കൺവീനറായും മറ്റുള്ള ആളുകൾ മെമ്പർമാരുമായിട്ടും ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നു. അങ്ങനെ 6 മാസക്കാലമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 6 മാസത്തേക്കാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ആരുടെ പ്രവർത്തനങ്ങൾ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ, അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 33 പ്രകാരം ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളുകളെ ഇവിടെ നിയോഗിക്കുന്നു. 6 മാസക്കാലത്തോളം ക്വാറം തികയാതെ വരുന്ന സാഹചര്യത്തിൽ ഇപ്രകാരം 6 മാസം തുടർച്ചയായിട്ട് മീറ്റിംഗ് നടത്താൻ കഴിയാതെ വരുമ്പോഴാണ് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്യൂമോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതിക്ക് അടിസ്ഥാനപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ അന്വേഷണം നടത്തി ഇപ്രകാരം അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 6 മാസക്കാലത്തേക്കാണ് ചെയ്യുന്നത്. വീണ്ടും 6 മാസക്കാലം വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ 12 മാസം വരേക്കും പോകാം. അങ്ങനെ 6 മാസം കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ഓഫ് രജിസ്ട്രാർ, രജിസ്ട്രാറുടെ വിവേചന അധികാരം കൊണ്ട് മാത്രമേ ഈ സമയപരിധി കൂട്ടാൻ പറ്റുകയുള്ളൂ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ 6 മാസം, ഫർദറായിട്ട് 6 മാസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഷോർട്ട് ആൻസറായി ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ കൃത്യതയോടുകൂടി എഴുതണം. 1 വർഷം വരേക്കും അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിക്കാം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. 3 അംഗ കമ്മിറ്റിയാണ് മാക്സിമം. ഒരാൾ കൺവീനർ, 2 ആള് മെമ്പർമാർ. ആ പറയുന്ന ആളുകളാണ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വരുന്നത്. ഈ വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ, സൊസൈറ്റിയുടെ വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇപ്രകാരം അഡ്മിനിസ്ട്രേറ്റീവുമാരെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഓർഡർ ഉണ്ടാവുമ്പോൾ ഇത് പരസ്യപ്പെടുത്തണം എന്നതാണ് നിയമം. രജിസ്ട്രാർ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തുന്നു. എവിടെ പരസ്യപ്പെടുത്തുന്നു? നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തുന്നു. അത് ഹെഡ് ഓഫീസിൽ പരസ്യപ്പെടുത്തുന്നു. എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആ പരസ്യപ്പെടുത്തുന്ന സമയത്തിനുള്ളിലെ ആ ഒബ്ജക്ഷൻ പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കും? കമ്മിറ്റിയെ റിമൂവലാക്കാനും കഴിയും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പരസ്യപ്പെടുത്തിയിട്ട് രജിസ്ട്രാർ നോട്ടീസ് ബോർഡിൽ നോട്ടീസായിട്ട് പരസ്യപ്പെടുത്തുന്നു. പിന്നെ അത് ഹെഡ് ഓഫീസിലും പരസ്യപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ സൊസൈറ്റിക്ക് വീണ്ടും വിചാരം വരികയാണെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സിന് എന്തെങ്കിലും മറുപടി നൽകണമെങ്കിൽ, ഒബ്ജക്ഷൻ നൽകണമെങ്കിൽ ആ നോട്ടീസിൽ പ്രതിപാദിച്ച ആ സമയത്തിനുള്ളിൽ ആ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ രജിസ്ട്രാർക്ക് പരിഗണിക്കണമെങ്കിൽ. അപ്പോൾ ഇതിവിടെ 3-4 ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, സെക്ഷൻ 33 പ്രകാരം ന്യൂ കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലത്തേക്ക്? 6 മാസത്തേക്ക്. ഒരു അഡ്മിനിസ്ട്രേറ്റർ വേണം, അങ്ങനെയാകാം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആകാം. 3 ആളുകൾ അതിലുണ്ടായിരിക്കും. 6 മാസം എന്നുള്ളത് വീണ്ടും 6 മാസം കൊടുത്തുകൊണ്ട് 12 മാസം വരേക്ക് മുന്നോട്ട് പോകാം. ഇതിലെ ഒരാൾ കൺവീനർ, 2 മെമ്പർമാരുമായിരിക്കും. ഹെഡ് ഓഫീസിൽ പരസ്യപ്പെടുത്തും. പരസ്യപ്പെടുത്തിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ അതിൽ കൃത്യതയോട് കൂടിയിട്ടുള്ള ആക്ഷേപം ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് കേട്ടതിന് ശേഷം മാത്രമേ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവനായിട്ട് പരസ്യപ്പെടുത്തി കാര്യങ്ങൾ പുറത്തേക്ക് വിടുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 33 പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ റൂൾ 35 പ്രകാരം എന്താണ് ഒരു പ്രൊസീജർ, ഇലക്ഷൻ പ്രൊസീജർ.
റൂൾ 35 പറയുന്ന പ്രകാരം കമ്മിറ്റിയുടെ ഇലക്ഷൻ പ്രൊസീജിയർ, കുറച്ച് കാര്യങ്ങൾ മാത്രം അതിലേക്ക് ശ്രദ്ധ വെച്ചാൽ മതി, മുഴുവൻ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. റൂൾ 35 ആണ് നമ്മൾ റൂൾ എലക്ഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് പ്രൊസീജിയർ? ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ തിരഞ്ഞെടുപ്പിലേക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ചോദ്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ് വരാം: ദ കമ്മിറ്റി ഷാൽ മീറ്റ് അറ്റ്ലീസ്റ്റ് 60 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എക്സ്പയറേഷൻ ഓഫ് ഇറ്റ്സ് ടൈം ആൻഡ് പാസ് റെസൊല്യൂഷൻ ഫിക്സിംഗ് ദ ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് ഫോർ ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ ന്യൂ കമ്മിറ്റി. ഇതാണ് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചോദ്യം. അതിൽ 60 ദിവസം മുൻപ് കമ്മിറ്റി ഷാൽ മീറ്റ് അറ്റ്ലീസ്റ്റ് 60 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എക്സ്പയറേഷൻ ഓഫ് ഇറ്റ്സ് ടൈം. സൊസൈറ്റിയുടെ കാലാവധി കഴിയുന്നതിന് 60 ദിവസം മുമ്പ്. ഈ 60 ദിവസം എന്നുള്ളതാണ് ചോദ്യത്തിലെ ഉത്തരമായിട്ട് വരുന്നത്. ഇതാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറയുന്നുണ്ട്. അതിൽ ഡേറ്റ്, ടൈം, പ്ലേസ് ഇതൊക്കെയാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ പാസ്സാക്കുന്ന കാര്യങ്ങളിൽ തീരുമാനിക്കപ്പെടേണ്ടത്. കമ്മിറ്റി ഒരു പുതിയ കമ്മിറ്റീനെ തിരഞ്ഞെടുക്കണം. ഇതാണ് ഈ പറയുന്ന റെസൊല്യൂഷനിൽ ഉണ്ടാവേണ്ടത്. ആ റെസൊല്യൂഷൻ്റെ കോപ്പി അയച്ചു കൊടുക്കുന്നു. ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുന്നത്. രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴിക്കോ വേണമെങ്കിൽ ഒരാഴ്ചക്കകം, എത്ര സമയത്തിനുള്ളിൽ? വിത്തിൻ 1 week എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ആ പറയുന്ന റെസൊല്യൂഷൻ്റെ കോപ്പി ഒരാഴ്ചക്കകം ഫോർവേഡ് ചെയ്തിരിക്കണം. ആർക്ക് ഫോർവേഡ് ചെയ്യണം? ഫോർവേഡ് ചെയ്യപ്പെടേണ്ടത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലേക്കാണ്. അതുപ്രകാരം കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈ റെസൊല്യൂഷൻ കോപ്പിയുടെ അടിസ്ഥാനത്തിൽ ആരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു? റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. മറക്കരുത്, ഇവിടെയാണ് റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടയാൾ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ക്രമീകരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? പത്രത്തിലെ 2 ദിനപത്രങ്ങളിൽ 2 ഡെയിലി ന്യൂസ് പേപ്പേഴ്സിൽ പരസ്യപ്പെടുത്തണം. 2 ദിനപത്രങ്ങളിലെ പരസ്യപ്പെടുത്തണം. അത് ആ ഏരിയയിൽ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ദിനപത്രങ്ങളിലാണ് പരസ്യപ്പെടുത്തേണ്ടത്. ആ പരസ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ എത്ര വേക്കൻസിയിലേക്കാണ് ഇലക്ഷൻ, ഏത് ഏരിയയിൽ നിന്നും ബൈലോ പ്രകാരം ഏത് മെമ്പർമാരെ തിരഞ്ഞെടുക്കപ്പെടണം, അതുപോലെ തന്നെ ഏത് ദിവസത്തിലാണ്, ഏത് സ്ഥലത്താണ്, ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ ഓഫ് ദ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട് ചെയ്യാൻ തക്കവണ്ണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രിലിമിനറി ലിസ്റ്റ് പരസ്യപ്പെടുത്തണം. പ്രിലിമിനറി ലിസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിലിമിനറി ലിസ്റ്റ് പരസ്യപ്പെടുത്തി അതിലെന്തെങ്കിലും ആക്ഷേപങ്ങൾ, പേരില്ല, എൻ്റെ പേര് കാണുന്നില്ല, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സ്ക്രൂട്ടിനി ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നു. ഫൈനൽ വോട്ടർ ലിസ്റ്റ് പരസ്യപ്പെടുത്തുന്നു. ഫൈനൽ വോട്ടർ ലിസ്റ്റ് പരസ്യപ്പെടുത്തുമ്പോൾ അതുപ്രകാരം തെരഞ്ഞെടുപ്പിനുള്ള കാര്യങ്ങളായി അതോടുകൂടി സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്ന ഡേറ്റും, അതുപോലെ തന്നെ ഏത് ദിവസമാണ് നോമിനേഷൻ പേപ്പർ സ്വീകരിക്കപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ട് പ്രൊപ്പോസർ ചെയ്യേണ്ട കാര്യങ്ങൾ, സെക്കൻഡറി ചെയ്യേണ്ട കാര്യങ്ങൾ, ഏത് ദിവസമാണ് ഈ പറയുന്ന നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഇലക്ഷൻ നടത്തപ്പെടുന്നത്, എന്നാണ് പോളിംഗ് നടക്കുന്ന ദിവസവും, എന്നാണ് മറ്റേ കൗണ്ടിങ് നടത്തുന്ന കാര്യങ്ങൾ, സ്ഥലം, സമയം, മുഴുവൻ കാര്യങ്ങളും ഇപ്രകാരം ഇതിൽ
നിർദ്ദേശിക്കപ്പെടണം. ഏതിൽ നിർദ്ദേശിക്കപ്പെടണം? ഈ പറയുന്ന ലോക്കൽ ഏരിയ 2 ദിനപത്രങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളും അതിൽ പരസ്യപ്പെടുത്തിയിരിക്കണം. ഇതാണ് പ്രൊസീജിയർ. സെക്ഷൻ റൂൾ 35 പ്രകാരം ആണ് ഒരു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടി പ്രകാരം റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്രകാരം ഈ അംഗത്വത്തിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് എന്നാണോ പ്രിയർ ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ, ആ പറയുന്ന ജനറൽ ബോഡിയുടെ 60 ദിവസം മുമ്പ് മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പ്രിലിമിനറി ലിസ്റ്റ് പരസ്യപ്പെടുത്തുന്നു. ആ പ്രിലിമിനറി ലിസ്റ്റ് പ്രകാരം പരസ്യപ്പെടുത്തിയ ആളുകളുടെ ഫൈനൽ ലിസ്റ്റ് പരസ്യപ്പെടുത്തുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസും പരസ്യപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇത് പ്രകാരം ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 26 മുതൽ ഈ പറയുന്ന സെക്ഷൻ 33 അടക്കം ഈ റൂൾ 34 അടക്കം പല കാര്യങ്ങളും മനസ്സിലാക്കി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ റൂൾ സെക്ഷൻ 26 എന്തു പഠിച്ചു? സെക്ഷൻ 27 നമ്മൾ എന്തു മനസ്സിലാക്കി? സ്വയം ചിന്തിക്കുക. സ്വയം ചിന്തിച്ച് അതിൻ്റെ ഉത്തരം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി ഒരു എക്സാമിനേഷൻ സെൽഫായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് പരീക്ഷയുടെ സമയത്ത് നമുക്ക് ഉത്തരത്തിലേക്ക് വെളിച്ചം കാണാൻ കഴിയുള്ളൂ. നമ്മൾ വായിച്ചു നോക്കിയത് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് തോന്നാം, കിട്ടുമെന്ന് തോന്നാം. പക്ഷേ ഉത്തരങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യാനും കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. സിമ്പിളായിരിക്കുമെന്ന് തോന്നുമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന രീതിയിലും നമ്മൾ അപ്രകാരം പഠിക്കണം എന്ന് പറഞ്ഞോളൂ. ഫൈവ്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.